പ്രിയമുള്ള മുസ്ലിം സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും. ഞാനിന്ന് ഈ വീഡിയോയുമായി വന്നത് നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ ധാരാളം ആളുകൾ പരിശുദ്ധമായ ഹജ്ജും ഉംറയും നിർവഹിക്കാൻ വേണ്ടി പോയിക്കൊണ്ടിരിക്കുന്നു. പ്രധാനമായും ഉംറ പാക്കേജുകൾ തന്നെ ഒരുപാട് ഉസ്താദന്മാരും ഒരുപാട് ട്രാവൽ ഏജൻസികളും ഉംറയ്ക്ക് ആളുകളെ വിടുന്ന പാക്കേജ് പ്രാവർത്തികമാക്കിയിട്ടുണ്ട്. അത് അവരുടെ ഒരു കച്ചവടമാണ്, ബിസിനസ്സാണ്. പക്ഷേ ഉംറയ്ക്ക് പോകുന്ന ആളുകളുടെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ ഉണ്ടാകുന്ന ചില ചിന്തകളാണ് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നത്. അതൊരു പരിശുദ്ധമായ കർമ്മമാണ്. ഹജ്ജ് വളരെ പരിശുദ്ധമായ കർമ്മമാണ്. അത് നിർബന്ധം എല്ലാവർക്കുമില്ല. വളരെ നിർബന്ധമുള്ള ആളുകളുണ്ട്, അതെല്ലാവർക്കും ബാധകവുമല്ല. അതുകൊണ്ട് ഞാൻ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എങ്കിലും അവരും പോകുന്നവർ ശ്രദ്ധിക്കപ്പെടേണ്ട ചില കാര്യങ്ങൾ ഞാൻ ഉണർത്തുകയാണ്. എൻ്റെ കുറേ സുഹൃത്തുക്കൾ ഈ അടുത്ത സമയത്ത് ഉംറയ്ക്ക് പോയി. ആ ഉംറയ്ക്ക് പോകുന്നതിന് യാത്രയാക്കാൻ ഞാൻ പോയിരുന്നു. അവരുടെ വീട്ടിലൊരു വലിയ ആഘോഷമായിരുന്നു. ധാരാളം ആളുകൾ വന്നു. എല്ലാവർക്കും നല്ല ഭക്ഷണവും ഒക്കെ കൊടുത്ത് ഉസ്താദന്മാരൊക്കെ വന്ന് ദുആ ചെയ്ത് ഒരു ഉംറയ്ക്ക് പോയതാണ്. പക്ഷേ ഈ ഉംറയ്ക്ക് പോയ ആളുകൾ ഇവിടെ നിന്ന് യാത്ര തിരിച്ച് എയർപോർട്ടിൽ എത്തുമ്പോൾ അവിടെ കൂടി ഇരുന്നു കൊണ്ട് ഫോട്ടോ എടുത്ത് സെൽഫി എടുത്ത് അയക്കുക. പിന്നീട് അങ്ങോട്ടുള്ള ഓരോ ചടങ്ങുകൾക്കും ഓരോ യാത്രയിലും ഓരോ സ്ഥലത്തെത്തുമ്പോഴും അവിടെയെല്ലാം നിന്നുകൊണ്ട് സെൽഫി എടുത്ത് ഇങ്ങനെ നിരന്തരം മറ്റുള്ള കൂട്ടുകാരുടെ ബന്ധുക്കളുടെ വേണ്ടപ്പെട്ടവരുടെ എല്ലാം ഫോണിലേക്ക് വാട്സാപ്പിലേക്ക് ഇങ്ങനെ അയച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്നൊരു ഫാഷനായി മാറിയിരിക്കുക. സെൽഫി എടുക്കുന്നതിന് കുറ്റം പറയുന്നില്ല. പക്ഷെ നമ്മൾ പോകുന്ന യാത്ര എന്തിനു വേണ്ടിയാണ്, നാം എന്ത് ഉദ്ദേശത്തോടു കൂടിയാണ് പോകുന്നത്, നാം എവിടേക്കാണ് പോകുന്നത് എന്ന് അവർ ആലോചിക്കുന്നില്ല. ഒരു വിനോദയാത്ര പോലെ കൂട്ടുകാരുമൊക്കെ ചേർന്ന് അല്ലെങ്കിൽ കുടുംബം എല്ലാം കൂടെ ചേർന്ന് ഊട്ടിയിലോ കൊടൈക്കനാലോ അതല്ലെങ്കിൽ മറ്റ് ഏതെങ്കിലും സ്ഥലത്ത് വിദേശത്തുള്ള ഏതെങ്കിലും ടൂറിസ്റ്റ് കേന്ദ്രത്തിലോ ഒക്കെ ഒരു ആഘോഷത്തിന് അല്ലെങ്കിൽ വിനോദത്തിന് പോകുന്നത് പോലെയുള്ള ഒരു യാത്രയായി ഉംറ സർവീസ് മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഈ സെൽഫി തന്നെയാണ്. ഞാനിങ്ങനെ അവിടെ എത്തി, ഇവിടെ എത്തി, മറ്റിടത്തെത്തി, അങ്ങോട്ട് പോകുന്നു, ഇങ്ങോട്ട് പോകുന്നു, സംസം കിണറിൻ്റെ അടുത്തെത്തി, ഇതൊക്കെ പറഞ്ഞിങ്ങനെ സെൽഫി അയക്കാൻ വേണ്ടിയാണോ നാം എല്ലാം ഉംറയ്ക്ക് പോകുന്നത് എന്ന് ഓരോ പോകുന്ന ആളുകളും പ്രത്യേകം ആലോചിക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ കൊണ്ടുപോകുന്ന ഉസ്താദന്മാർ ഇക്കാര്യം എന്തുകൊണ്ട് നിങ്ങൾ വിലക്കുന്നില്ല? എന്തുകൊണ്ട് അവരുടെ ഉദ്ദേശം നമുക്കിതല്ല ഉദ്ദേശം. നമ്മുടെ ഉദ്ദേശം ഏറ്റവും പുണ്യമാക്കപ്പെട്ട സ്ഥലത്ത് വന്ന് ഉംറ നിർവഹിക്കുകയാണ്. അത് കൂടുതൽ ഗുണകരമുള്ള കാര്യമാണ്, പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഇവിടെയൊക്കെ ദുആ ചെയ്താൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്ന് ഉത്തരം കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്, ചോദിച്ചാൽ കിട്ടുന്ന സ്ഥലങ്ങളുണ്ട്. അവിടെയൊക്കെ നിന്ന് നമ്മുടെ പാവങ്ങളെല്ലാം പൊറുക്കാൻ വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മുടെ മറ്റുള്ള ബന്ധുമിത്രാദികൾക്ക് വേണ്ടി, നമ്മുടെ നാടിൻ്റെ ക്ഷേമത്തിന് വേണ്ടിയൊക്കെ ദുആ ചെയ്യണമെന്ന് പറയുന്നതിന് പകരം കൂടെ നിന്ന് സെൽഫി എടുക്കുന്ന ഉസ്താദന്മാരെയും നമുക്ക് കാണാൻ കഴിയും. വളരെ മോശമാണ്. ഏറ്റവും വളരെ മോശമായി എനിക്ക് തോന്നിയത് കഅബ ഷരീഫിൽ നിന്നുകൊണ്ട് അവിടെ തവാഫ് ചെയ്യുമ്പോൾ സെൽഫി എടുത്ത് അയക്കുന്ന ആളുകളുണ്ട്. എന്തിനാണ് കഅബയിൽ നിന്നുകൊണ്ട് സെൽഫി എടുക്കുമ്പോൾ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്ക്. തിരിഞ്ഞു നിന്ന് നിങ്ങൾ സെൽഫി എടുക്കുമ്പോൾ നിങ്ങളുടെ പിൻഭാഗം കഅബയിലേക്കാണ്. കഅബയെ അഭിമുഖീകരിക്കുന്നത് നിങ്ങളുടെ പിൻഭാഗമാണ്. ഇതൊരു കുരുത്തക്കേടല്ലേ? ഇതൊരു അനാദരവല്ലേ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങളല്ലേ? അതോടൊപ്പം തന്നെ റൗള ഷരീഫിലെത്തുക, അള്ളാഹിൻ്റെ റസൂലിൻ്റെ അടുത്തെത്തുക, അവിടെ നിന്നുകൊണ്ട് സെൽഫി എടുക്കുക. ഇത് ഈ സെൽഫി എടുക്കാൻ വേണ്ടി മാത്രമാണോ നിങ്ങളെല്ലാവരും ഇപ്പോൾ ഉംറയ്ക്ക് പോകുന്നതെന്ന് ആലോചിക്കേണ്ടിയിരിക്കുക. വാസ്തവത്തിൽ വളരെ മോശമാണ്. കൊണ്ടുപോകുന്ന ഉസ്താദന്മാർ അതിൻ്റെ ശരിയായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് നിങ്ങൾ ഇവരെ കൊണ്ടുപോകണം. ഇതൊരു ബിസിനസ്സായി മാറി. അതൊരു ബിസിനസ് തന്നെയാണ്, ഒരുപാട് ബിസിനസ്സായി ഒക്കെ ശരി. ആ ബിസിനസ്സിൻ്റെ ഇടയിൽ കുറേ നല്ല കാര്യങ്ങൾ കൂടെ ചെയ്യണ്ടേ? ഇത് പറഞ്ഞു കൊടുക്കണ്ടേ? എപ്പോഴും അങ്ങ് സെൽഫി എടുക്കുക, ഭാര്യ ഭർത്താവ് കൂടെ നിന്ന് സെൽഫി എടുക്കുക, മക്കളുമായി നിന്ന് സെൽഫി എടുക്കുക, കഅബത്തിൻ്റെ തിരിഞ്ഞ് നിൽക്കുക, മറിഞ്ഞ് നിൽക്കുക, കിടന്ന് നിൽക്കുക, ഇത് നീക്കുക, വലത്തോട്ട് നിൽക്കുക, ഇടത്തോട്ട് നിൽക്കുക. വളരെ മോശമാണിത്. ഇങ്ങനെ സെൽഫി എടുത്ത് അയക്കുന്നത് തെറ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇനി എന്താ ഉസ്താദന്മാർക്ക് വേറെ അഭിപ്രായമുണ്ടോ? സെൽഫി എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ലയോ എന്നൊന്നും അറിയില്ല. പക്ഷേ നാം പോകുന്ന ഉദ്ദേശം എന്താണോ ആ ഉദ്ദേശത്തിൽ നിന്ന്
വിഭിന്നമായിട്ടാണ് ഈ സെൽഫികൾ കാണുന്നത് എന്ന് ഈ സമൂഹത്തെ, ഈ സമുദായത്തിൽ നിന്ന് ഉംറയ്ക്ക് പോകുന്ന ആളുകളെ ഉണർത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോയുമായി നിങ്ങളുടെ മുന്നിൽ വന്നത്. തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. ബഹുമാനപ്പെട്ട ഉസ്താദന്മാർ ഇക്കാര്യത്തെക്കുറിച്ച് ശരിക്കും ജനങ്ങളെ ബോധവാന്മാരാക്കണം. നമ്മുടെ ഉദ്ദേശം ഇതൊന്നുമല്ല. നമ്മുടെ ഉദ്ദേശം വളരെ വലുതാണ്. നമുക്ക് കിട്ടിയ സുവർണമായ ഒരു അവസരമാണ്. എല്ലാവർക്കും എത്തപ്പെടാൻ കഴിയാത്തൊരു സ്ഥലത്ത് നമ്മെ കൊണ്ട് എത്തിച്ച പടച്ച തമ്പുരാന് നന്ദി പറയേണ്ട സമയത്ത് അവിടെ നിന്നുകൊണ്ട് സെൽഫി എടുത്ത് അയച്ച് നാട്ടിലെല്ലാവരെയും ആർപ്പാടം തൻ്റെ ഈ പകിട്ട് അല്ലെങ്കിൽ തൻ്റെ പൊങ്ങച്ചം കാണിക്കുന്നതിന് വേണ്ടി ഈ അവസരം വിനിയോഗിക്കുന്നത് തെറ്റാണ് എന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമിടുന്നു. വാഹൃദവന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.